ദൈവം? You mean God? തെയ്യം എന്ന ദൈവമെന്ന് തന്നെയാണ്. മനുഷ്യനൊരു കലയിലൂടെ ദൈവമായി മാറുന്നു. മന്ത്രമൂർത്തികൾ, ഇതിഹാസ കഥാപാത്രങ്ങൾ, വനദേവകൾ, നാഗകന്യകമാർ, വീരന്മാർ, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചവർ, കുരുതി കൊടുക്കപ്പെട്ടവർ ദൈവമായി തിരികെ എത്തി പ്രതികാരമൂർത്തികളായി ദൈവമായി മാറുന്നു. അവർ ദൈവമായി പ്രത്യക്ഷപ്പെടുന്നു. ഉച്ചനീചത്വ ചിന്തകൾ പാടെ വലിച്ചെറിഞ്ഞു എല്ലാ മനുഷ്യരും പ്രകൃതിയും ഒന്നാകുന്ന ദൈവസങ്കല്പം. പ്രകൃതിയെ ദൈവമായി കാണുന്ന ഒരു സംഘകാല ചരിത്രം നമുക്കുണ്ട്. മനുഷ്യന് പ്രകൃതി ഇല്ലാതെ നിലനിൽപ്പില്ല. എന്നാൽ പ്രകൃതിക്ക് മനുഷ്യന്റെ നിർബന്ധം ആവശ്യമേ ഇല്ല. ആ പ്രകൃതി സ്വന്തം മക്കളായ മനുഷ്യരുടെ ചൂഷണത്തിന് ഇരയാകുന്ന അവസ്ഥയിൽ ചില മുന്നറിയിപ്പുകൾ, താക്കീതുകൾ നൽകാറുണ്ട്. പ്രളയമായും പേമാരിയായും ചുടുകാറ്റായും ഒക്കെ പ്രകൃതി തൻ്റെ പ്രിയപ്പെട്ട മനുഷ്യവർഗത്തോട് ശാസിക്കുമ്പോഴും അത് തിരിച്ചറിയാനാവാത്ത മനുഷ്യൻ സ്വാർത്ഥ താല്പര്യം മൂലം നിർമ്മിക്കപ്പെടുന്ന ഒരു സംഘർഷമുണ്ടല്ലോ, അത് തിരുത്താൻ ആജ്ഞാപിക്കുന്ന ദൈവരൂപങ്ങൾ വരെയുണ്ട്. എനിക്ക് മനസ്സിലായില്ല അപ്പൂപ്പ. വിഷമിക്കണ്ട മോനെ. അങ്ങനെ ഒരു ദൈവരൂപത്തെ കുറിച്ച് കേട്ടറിഞ്ഞില്ലെങ്കിൽ കണ്ടറിയാമല്ലോ. ഞാൻ ഭൂതം. പണ്ട് ഒരമ്മയുടെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും മുന്നിൽ അടിയറവ് പറഞ്ഞ് കുഞ്ഞിനെ തിരിച്ചു നൽകിയ എന്നെ നിങ്ങൾക്കറിയാം. എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു കുഞ്ഞിന് വേണ്ടിയല്ല, ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ലാതെ അവർക്ക് നേരെ ഉയരുന്ന കരങ്ങൾ അറത്തു മാറ്റാൻ.
പറ്റി. ചായം തേച്ച മുഖങ്ങൾ നിന്റെ ഉണ്ണിയെ വേട്ടയാടുമ്പോൾ നിന്റെ കരങ്ങൾക്ക് കരുത്ത് മതിയാവാതെ വരും. നിന്റെ കരങ്ങൾക്ക് കരുത്ത് മതിയാകാതെ വരും. നിന്റെ കരങ്ങൾക്ക് കരുത്ത് മതിയാകാതെ വരും. കുഞ്ഞേ മടങ്ങുക, ഇവിടെ കാറ്റുണ്ട്, പുഴയുണ്ട്, പൂവുണ്ട്, പുഞ്ചിരിയുണ്ട്. കുഞ്ഞേ മടങ്ങുക, ഞാനുണ്ട്, നീയുണ്ട്, ആട്ടമുണ്ട്, ആർപ്പ് വിളികളുണ്ട്. നിന്നിലേക്ക്, നിന്റെ നന്മയിലേക്ക് കുഞ്ഞേ മടങ്ങുക. ആനന്ദോ ആനന്ദോ ഭൈരവനാകുന്നേ, ആദിയായി നടന്ന ഭൂമി ഭൈരവനാ